മകരസംക്രാന്തിയുടെ ശുഭകരമായ ദിവസമാണ്. ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നിന്ന് മനോഹരമായ ഒരു കാഴ്ച അദ്ദേഹം തൻ്റെ പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി തൻ്റെ വസതിയിൽ പശുക്കൾക്ക് ഭക്ഷണം നൽകി അവയെ സ്നേഹത്തോടെ ഊട്ടുകയാണ്. തൻ്റെ വസതിയിലെ പുൽത്തകിടിയിൽ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങളുണ്ട്. നമുക്കറിയാം, നരേന്ദ്രമോദി ഒരു 24 മണിക്കൂറും ആക്റ്റീവായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അതായത് ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ രാജ്യവും രാഷ്ട്രീയവുമാണ്. എന്നാൽ മോദി ആർദ്രഹൃദയത്തിൻ്റെ ഉടമ കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സഹജീവി സ്നേഹമുള്ളിലുള്ള മനുഷ്യനാണ്. ജീവിക്കുന്നത് ഒരു യോഗ്യവരൻ്റെ മനസ്സോടെ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി ദില്ലിയിലെ ലോ കല്യാൺ മാർഗിലെ പഞ്ചവടിയിലാണ്. 12 ഏക്കറോളം സ്ഥലമുള്ള ഈ പ്രദേശത്ത് കിടക്കുന്ന വസതിയിൽ നരേന്ദ്രമോദി ഒറ്റയ്ക്കാണ് താമസമെന്ന് പറയാനാകില്ല. നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ വിട്ടുപിരിയാനാവാത്ത അവിടുത്തെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ മയിലുകളുണ്ട്. ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ, മയിലുകൾ പച്ചപ്പുൽ തകിടിയിൽ സ്വസ്ഥമായി നീങ്ങുന്നതാണ്. പിന്നെ ചില മയിലുകൾക്ക് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശനം പോലുമുണ്ട്. മയിലുകളുമായുള്ള മോദിയുടെ ആത്മബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയാതിരിക്കാൻ ആകില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു യോഗം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഒരു അവസരത്തിൽ ഒരു മയില് ജനൽവാതിൽ ഗ്ലാസിൽ കൊക്കുകൊണ്ട് ശക്തിയായി കൊത്തിയത്രേ. ഇത് മയിലിന് വിശക്കുന്നു എന്നതിൻ്റെ സൂചനയാണെന്ന് മോദിക്കറിയാം. അല്പനേരം യോഗം നിർത്തിവെച്ച് അദ്ദേഹം ഉടനെ മയിലിന് ഭക്ഷണം കൊടുക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. ഇത് നേരത്തെ പറഞ്ഞ പോലെ മോദിയുടെ മൃദുല മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഈ സംഭവം മോദി അറ്റ് 20 എന്ന മോദിയുടെ 20 വർഷത്തെ രാഷ്ട്രീയ ജീവിതം പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അമിത്ഷാ പങ്കുവച്ചിരുന്നതാണ്. എന്നാലും മോദിയുടെ പ്രകൃതി സ്നേഹം മനസ്സിലാക്കിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. അതിലെ മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലുള്ള ചബുത്രാസ് ആണ്. ഇത് കിളികൾക്ക് കൂട് കെട്ടാൻ പ്രധാനമന്ത്രി തൻ്റെ വസതിയിൽ ചബുത്രാസ് പ്രത്യേകം കെട്ടിയിട്ടുണ്ട്. നേരത്തെ തൻ്റെ അമ്മ ഹീരാബനുമായിട്ട് നടക്കുന്നതിൻ്റെ യോഗ ചെയ്യുന്നതിൻ്റെ ഒക്കെ വീഡിയോകൾ പങ്കുവച്ച മോദി മയിലുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വ്യത്യസ്തമായ ഒരു വീഡിയോ 2020 പങ്കുവച്ചിട്ടുണ്ട്. അന്നൊരു ഹിന്ദി കവിതയോടൊപ്പമാണ് മയിലുകളുമായി അടുത്തിടപഴകുന്ന ഏകദേശം 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അദ്ദേഹം പങ്കുവച്ചത്. ഒരു ജീവിയുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് എന്നതായിരുന്നു ആ കവിതയുടെ ചുരുക്കം. ഈ വീഡിയോയിൽ പ്രധാനമന്ത്രി സ്ഥിരം വ്യായാമം നടത്തുമ്പോൾ വീടിൻ്റെ പച്ചപ്പിലൂടെ നീങ്ങുന്ന മയിലുകളെ കാണാൻ സാധിക്കും. പരിസ്ഥിതിയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന 2 പുസ്തകങ്ങൾ മോദി രചിച്ചിട്ടുണ്ട്. ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഗുജറാത്തിൻ്റെ പ്രതികരണം എന്നതാണ്. മാറ്റത്തിൻ്റെ തുടർച്ച എന്നതാണ് രണ്ടാമത്തെ പുസ്തകം. ഈ 2 പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് മോദിയുടെ പ്രകൃതി ദർശനമാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ വസതിയിൽ നെറ്റിയിൽ വെളുത്ത ജ്യോതിയുള്ളൊരു പശുക്കിടാവ് ജനിച്ചിരുന്നു. മോദി പശുക്കിടാവിന് പ്രത്യേക പൂജ അർപ്പിച്ചു. അതുപോലെ പശുക്കുട്ടിയെ ഷോൾ പുതപ്പിച്ച് പീഠത്തിലിരുത്തി ദുർഗാ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പൂജ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. നെറ്റിയിൽ വെളുത്ത ജ്യോതിയുടെ ആകൃതി ഉള്ളതിനാൽ പശുക്കുട്ടിക്ക് ദീപോ ജ്യോതി എന്നാണ് നൽകിയ പേര്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നായ സനാതന ധർമ്മത്തിൽ പ്രകൃതിയെ ആരാധിക്കുന്നു, പ്രകൃതിയെ വന്ദിക്കുന്നു. പ്രകൃതിയെ മാത്രമല്ല, മൃഗങ്ങളെയും സസ്യങ്ങളെയും ആരാധിക്കുന്ന രീതി അത് ഹിന്ദുമതത്തിൽ നൂറ്റാണ്ടുകളായിട്ട് നിലവിലുള്ളതാണ്. ആരാധനകൾക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു മതമാണ് ഹിന്ദുമതം എന്ന് പറയാം. ദൈവങ്ങളെ കൂടാതെ മൃഗങ്ങളെയും പക്ഷികളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഹിന്ദുക്കൾ ആരാധനയുടെ ഭാഗമാക്കാറുണ്ട്. അത്തരത്തിൽ ഹിന്ദുമതത്തിൽ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പശുക്കൾ. പുരാണങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഗോക്കളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പരമേശ്വരന്റെ വാഹനമായ നന്ദി, പാലാഴി മദനത്തിൽ നിന്ന് രൂപം കൊണ്ട കാമധേനു, ഇങ്ങനെ പുരാണങ്ങളിൽ നമുക്ക് ഗോക്കളെ കാണാവുന്നതാണ്. വൈഷ്ണവ പുരാണത്തിൽ പശുവിനെ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയുടെ ആൾരൂപമായിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഭാഗവത പുരാണത്തിൽ ഭൂമി ഒരു പശുവിൻ്റെ രൂപമെടുത്ത് അവളെ സംരക്ഷിക്കാൻ വിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നു. അതിനാലാണ് മഹാവിഷ്ണുവിനെ പശുവിൻ്റെ സംരക്ഷകനായ ഗോപാലൻ എന്ന് വിളിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന കാമധേനുവിനെ കൈവശപ്പെടുത്തിയത് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനാണ്. വസിഷ്ഠ മഹർഷിക്കും അതുപോലെ ഉള്ള ഒരു പശു ഉണ്ടായിരുന്നു. ഈ പശുവിനെ കൗശികൻ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ പശു സ്വയം സംരക്ഷിക്കാൻ ഒരു സൈന്യത്തെ തന്നെ നിർമ്മിച്ചതായി പുരാണങ്ങളിൽ പറയുന്നു. ജമദഗ്നി മഹർഷിക്കും അത്തരമൊരു പശു ഉണ്ടായിരുന്നു. കാർത്തികവീരാർജുനൻ ഇതിനെ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ മഹർഷിയുടെ മകനായ പരശുരാമൻ കാർത്തികവീരാർജുനനെ വധിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും പവിത്രമായ സൃഷ്ടിയായി പശുവിനെ ഹിന്ദുക്കൾ കണക്കാക്കുന്നുണ്ട്. മനുഷ്യരാശിയുടെ മാതാവ് അഥവാ ഗോമാതാവ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. 33 കോടി ആരാധനാമൂർത്തികൾ ഹിന്ദുമതത്തിലുണ്ട് എന്നാണ് വിശ്വാസം. ഇവരുടെയൊക്കെ അനുഗ്രഹം തേടാനുള്ള ഏറ്റവും ലളിതവും എളുപ്പവുമുള്ള വഴിയാണ് ഗോക്കളെ ആരാധിക്കുന്നത് എന്നാണ് കണക്കാക്കുന്നത്. പശുവിൻ്റെ വാലിൽ ഹനുമാൻ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. നെഗറ്റീവ് ഊർജ്ജം, ദുർമന്ത്രവാദം ഇതിനെ അകറ്റാൻ ഗോക്കൾ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. പശുവിൻ്റെ ചാണകത്തിൽ ലക്ഷ്മി ദേവി താമസിക്കുന്നുവെന്നും ഭാഗ്യവും പണവും സമൃദ്ധിയും നൽകാൻ
ഇത് പ്രാപ്തമാണെന്നും കരുതുന്നു. ഹിന്ദുമതത്തിലെ ഏറ്റവും ശുദ്ധമായ ദേവതയായി കണക്കാക്കപ്പെടുന്ന ഗംഗാദേവി ഗോമൂത്രത്തിൽ വസിക്കുന്നതായിട്ടാണ് വിശ്വസിക്കുന്നത്. ഏതെങ്കിലും മതപരമോ ആത്മീയമോ ആയ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുൻപ് ഗോമൂത്രം തളിച്ച് ശുദ്ധി വരുത്തുന്ന പതിവിന് പിന്നിലുള്ള കാരണവും അത് തന്നെയാണ്. എന്തായാലും ഈ പൊങ്കൽ ദിനത്തിൽ തൻ്റെ വസതിയിലുള്ള പശുക്കൾക്ക് ഇത്തരത്തിൽ ഭക്ഷണം ഊട്ടുന്നതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന സന്ദേശം പ്രകൃതിയെയും നമ്മളെപ്പോലെ, നമ്മുടെ ചുറ്റുമുള്ള മറ്റു മനുഷ്യരെ പോലെ, ഈ ലോകത്തുള്ള മറ്റ് ജീവജാലങ്ങളെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിക്കണം എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.